പ്രിയമുള്ളവരെ, സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചാമക്കാല ഗവൺമെൻറ് സ്കൂളിലാണ്. നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. എൻ്റെ പിറകലായി കാണാം GMHS ചാമക്കാല 1981-82 ബാച്ച് വാർഷിക സംഘം സഹപാഠി സൗഹൃദ കൂട്ടായ്മ. അതിൻ്റെ ടാഗ് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. വരാം വർത്തമാനം പറയാം എന്നാണ് ഈ പരിപാടിയുടെ ടാഗ് തന്നെ. നമ്മുടെ കൂടെയുള്ളത് സിനി സീരിയൽ ആർട്ടിസ്റ്റ് ഷൈജൻ ചേട്ടനാണ്. ഇദ്ദേഹമാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. അദ്ദേഹത്തിനോട് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. 1981-82 കൂട്ടായ്മ ഞങ്ങൾ ഒരു വർഷം മുമ്പാണ് ഞങ്ങളത് ആരംഭിച്ചത്. അതിനുശേഷം പല ഭാഗത്തുനിന്നും അതിൻ്റെ സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വാർഷികം നടത്തണം എന്ന് പറഞ്ഞത്. പക്ഷേ പലരുടെയും അസൗകര്യം കൊണ്ട് ഞങ്ങൾക്ക് ഒത്തുകൂടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം എന്തായാലും ഞങ്ങൾ അതിനുള്ളൊരു സമയം കണ്ടെത്തി ഒത്തുകൂടി. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ പ്രിയങ്കരനായ ജനകീയനായ MLA കയ്പമംഗലത്തിൻ്റെ കാവലാളെന്ന് വിശേഷിപ്പിക്കുന്ന ശ്രീ E.T. ടൈസൺ മാഷാണ്. ഞങ്ങൾ ഏകദേശം 135 പേരാണുള്ളത്. അതിൽ ഞങ്ങളുടെ സഹപാഠികൾ മരിച്ചുപോയ കുറച്ച് പേരൊഴികെ ഒരു 10 ആൾ മാറി നിന്നാൽ, പല കാരണങ്ങൾ കൊണ്ട് മാറി നിന്ന് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഈ ഓണസദ്യയിലും ഈ ആഘോഷത്തിലും ഒക്കെ പങ്കെടുത്തിരുന്നു. ഒരു പാട്ട് പാടി തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ വളരെ ധൈര്യപൂർവ്വം പാട്ടുപാടി ഒരു ടാസ്ക് കൂടെ, ഒരു ചെറിയൊരു ടാസ്ക് കൂടെ ഒന്നുകൂടെ വരുമോ? പാട്ട് പഠിപ്പിക്കില്ല. വാ. ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരുപാട് പേരുണ്ട് നമുക്ക് സുഹൃത്തുക്കളായിട്ട്. എങ്കിലും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന രണ്ടാളൊക്കെ ഉണ്ടാവും. അതിലൊരാളുടെ പേര് അദ്ദേഹം ഇവിടെ പറയും. ആ ആളിവിടെ വന്നിട്ട് പാട്ട് പാടോ ഡാൻസ് കളിക്കൊക്കെ വേണം. ആരാന്ന് പറയാട്ടോ? എല്ലാവരും സുഹൃത്തുക്കളല്ലേ? പാടാൻ ആഗ്രഹമുള്ള കിഷോറിന്റെ രാവിലെ കൊണ്ടാവും സാറിന് പാട്ടോ ഡാൻസോ കവിതയോ നന്നായിട്ടൊന്ന് ക്ലാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിഷോറേട്ടോടെ എത്തും. വേഗം രാവിലെ തന്നെ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തു. എല്ലാവരുടെയും ഹൃദയം കീഴടക്കി. ബാബുചേട്ടന്റെ ആത്മാർത്ഥ സുഹൃത്ത് അദ്ദേഹത്തെ ഇതിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നന്നായിട്ട് കൈയടിച്ച്. ഇവിടെ ഇല്ല എല്ലാവരും. അദ്ദേഹം ആദ്യമായിട്ടാണല്ലോ ഞാൻ ആലപിക്കുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാലോ. അടുത്തത് നമ്മുടെ കിഷോറേട്ടനായിരിക്കും വിളിക്കുക. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളില്ലേ? ഒളിച്ചിരിക്കരുത് കേട്ടോ, ആരും ഒളിച്ചിരിക്കരുത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തോന്നുന്നു അറിയില്ല. തിരുവോണം മുറ്റം ചെത്തിയൊരു കേളും പത്തായത്തിലെ പുന്നെല്ല് ചിത്തിര നാളിലെടുക്കേണം ചോതി പൊഴും വിശാഖമുണക്കി അനിയം നാളിൽ കുട്ടേണം കേട്ടല്ലോ നെട്ടോട്ടം കണ്ടതു പടിയതു വാങ്ങേണം മൂലം നാളിൽ മുറ്റത്ത് പൂക്കളം വിട്ടുണ്ടേണം പൂരാടത്തിൻ പൊടിപൂരം കിടിപൊടി ാൾ എല്ലാവർക്കും തിരുവോണം. താങ്ക് യു. താങ്ക് യു കിഷോറേട്ടാ. നല്ലൊരു കൈ കൊടുത്തോ. അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് കവിതയും ഓണപ്പാട്ടും. എല്ലാവർക്കും ഓണപ്പാട്ടാവാം. എല്ലാ സഹപാഠികൾക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. ഞാൻ എഴുതിയ ഒരു ഓണപ്പാട്ടാണ് ഞാൻ തന്നെ പാടിയത്.
തുമ്പപ്പൂവേ വാ 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 മുക്കുറ്റിപ്പൂവേ വാ വായോ ഇന്നെന്റെ മുറ്റത്ത് പൂക്കളമിട്ടു ഒന്നുകൂടി കിടക്കാം. തുമ്പപ്പൂവേ വാ 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 മുക്കുറ്റിപ്പൂവേ വാ വായോ ഇന്നെന്റെ മുറ്റത്ത് പൂക്കളമിട്ടു ഒന്നുകൂടി കിടക്കാം. നമ്മുടെ ഉദ്ഘാടകൻ പ്രിയങ്കരനായ MLA ശ്രീ ടൈസൺ മാസ്റ്റർ എത്തിക്കഴിഞ്ഞു. ഏറെ സ്നേഹ സ്വാഗതം അദ്ദേഹത്തിന്. നമ്മുടെ സഹപാഠി സൗഹൃദ കൂട്ടായ്മയുടെ 82 വാർഷിക സംഗമത്തിലേക്ക് സ്നേഹ സ്വാഗതം ഒരിക്കൽ കൂടി. ഒരു ഫോൺ കിട്ടിയിട്ടുണ്ട്. പകരം എന്റെ ഫോൺ എടുത്തോണ്ട് പോയിട്ടുണ്ട്. എനിക്കിത് വേണ്ട, എനിക്ക് എന്റെ ഫോൺ തന്നെ മതി. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷപ്രദമായ ഒരു വേദിയിലാണ്. നമ്മുടെ 81, 82 സൗഹൃദ സഹപാഠി കൂട്ടായ്മയുടെ വാർഷികാഘോഷമാണ്. ഇത്തരം പരിപാടികളിൽ ഒരു സ്ഥലം MLA പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ സ്കൂളുമായി ബന്ധപ്പെട്ട പരിപാടി, ഞാനുമായി ബന്ധപ്പെട്ട പരിപാടി, എന്ത് പരിപാടിക്ക് വിളിച്ചാലും ടൈസൺ മാഷ് നോ എന്ന് പറയാറില്ല. ഇന്ന് സൈലന്റ് ആവണം, വരാൻ വർത്തമാനം പറയാനാണ് നമ്മുടെ പരിപാടിയുടെ പേരെങ്കിലും മാഷ് സംസാരിച്ചിട്ട് ഇന്ന് വരെ സൈലന്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സ്കൂൾ അധ്യാപകനായിട്ടുള്ള MLA, ആ MLA ഒരു സ്കൂൾ അധ്യാപകനാകുക, അതിനുശേഷം MLA ആകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് മുഷ്ടി രാഷ്ട്രീയക്കാരെ കണ്ടും കേട്ടും വളർന്നിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ടൈസൺ മാഷക്കാലവും കയ്പമംഗലത്തിനെ കാത്തുപോരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കയ്പമംഗലത്തിന്റെ കാവലാൾ എന്ന ടൈസൺ മാഷക്ക് പേര് വന്നത്. ടൈസൺ മാഷ് MLA അല്ല, MP ഇല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാലും നമുക്ക് വളരെ സന്തോഷമാണ്. കാരണം അത്രയ്ക്ക് ജനകീയനാണ് ടൈസൺ മാഷ്. കയ്പമംഗലം കണ്ടാൽ ഏറ്റവും ജനകീയനാണ്. ഞാൻ കണ്ടതിൽ ജനകീയം തന്നെയാണ്. അത് മാഷ് ഇരുത്തി പുകഴ്ത്താൻ പറയുന്നതല്ല, മാഷില്ലാത്ത രീതിയിൽ ഞാൻ പറയാം. മാഷുമായിട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങളോ അല്ലെങ്കിൽ ഞാൻ ആ രാഷ്ട്രീയ രീതിയിലുള്ള ആളല്ലെങ്കിലും പറയാം. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിപാടി ആരംഭിക്കണം. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രിയപ്പെട്ട നമ്മുടെ സൗഹൃദ സഹപാഠി കൂട്ടായ്മയുടെ പ്രസിഡന്റ് രാജുവാണ്. രാജു നാരായണൻ വേദിയിലേക്ക് കടന്നിരിക്കണം. അതുപോലെ ഈ പരിപാടിക്ക് ആശംസ അറിയിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഒസാക്സിന്റെ മാതൃസംഘടനയുടെ പ്രസിഡന്റ്, ഞങ്ങളുടെ മഹലിന്റെ മുത്തവല്ലി കൂടിയായ ജനാബ് MCM താജുദ്ദീൻ ഈ വേദിയിലേക്ക് കയറിയിരിക്കുന്നു. അവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ വേദിയിൽ ഇരിക്കാൻ അർഹരാണ്. പക്ഷെ നമുക്ക് പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഔപചാരികമായി ഈ പരിപാടിയിലേക്ക് കടക്കാം. പക്ഷേ ഞങ്ങളവിടെ ബെഞ്ചാണ് അറേഞ്ച് ചെയ്ത് തമാശക്ക്. അത് സ്കൂളിൻ്റെ ഫീൽ കിട്ടാൻ വേണ്ടി ഒന്ന് അടുപ്പം വരും ബെഞ്ചാണ്. അതാകുമ്പോൾ ഒരടുപ്പുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ ബെഞ്ച് ഇട്ടിട്ടാണ് ഇത്തവണ പ്രോഗ്രാം ചെയ്തത്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് ഞാൻ ഔപചാരികമായിട്ട് ഇനി പ്രാർത്ഥനയുണ്ട്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് നമുക്കൊരു കാര്യം സ്മരിക്കാനുണ്ട്. ചമക്കാലയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ സ്മരിക്കപ്പെടേണ്ട കുറച്ച് ആളുകളുണ്ട്. മാഷക്ക് തിരക്കുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തും. ആദ്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ എക്കാലത്തും ചമക്കാലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സ്മരിക്കുമ്പോൾ ഓർക്കുന്ന മർഹൂം MK ഹസനാലി ഹാജിയെ ഞാൻ സ്മരിക്കുന്നു. PM അബ്ദുൽ സാഹിബിനെ സ്മരിക്കുന്നു. മൂസമാഷും രാമകൃഷ്ണൻ മാഷും ഇപ്പം അടുത്ത് നമ്മളെ വിട്ടുപോയ പീതാംബരം മാഷ് ഉൾപ്പെടെ ചന്ദ്രിക ടീച്ചർ ഉൾപ്പെടെയുള്ള നമ്മുടെ ഗുരുനാഥന്മാരെ സ്മരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ വിട്ടുപോയ ശ്രീധരൻ, സുരേഷ് ബാബു, പിന്നെ നമ്മുടെ പ്രകാശൻ തുടങ്ങി നിരവധി ആളുകളെ മനസ്സിൽ ഞാൻ സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എല്ലാ പ്രകൃതിയിലെ ജീവജാലങ്ങളുടെയും നമ്മുടെ ആമയെല്ലാം തോട്ടിൽ പോയ ജോയിച്ചേടൻ, നമ്മുടെ കുടുംബാംഗമായി മാറിയ ശ്രീമൂന്നിലെ അർജുൻ തുടങ്ങി ഒരു രാത്രി കൊണ്ട് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ട, ഒരു രാത്രി കൊണ്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയ വയനാട്ടിലെ ഒരു മുഴുവൻ ജനതയെയും ഞാൻ മനസ്സാ സ്മരിക്കുന്നു. ഇതിന്റെ പ്രാർത്ഥന ആലപിക്കുന്നതിന് വേണ്ടി ഉഷ അടങ്ങുന്ന നിഷിൽ ബാബു സജ്ജീകരിക്കണം. ഉഷ അടങ്ങുന്ന സംഘത്തിന് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഞാൻ ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞാൽ ടൈസൺ മാഷി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമായിരിക്കും അധ്യക്ഷ പ്രസംഗമൊക്കെ മാഷിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വന്ന് നമ്മുടെ കുട്ടികളെ പ്രാർത്ഥന ചെയ്യുക.
പരിതാപമെല്ലാം അകറ്റിയൻ മാനസം സന്തോഷ സൗഖ്യങ്ങൾ സഞ്ചിതങ്ങൾ ലോക സമസ്ത സുഖിനോ ഭവന്തു ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനദീപം നിറകതിത്തൂകാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ മന്ദാരപ്പൂവിൽ മഞ്ഞിൻ കണത്തിലും ചന്തം ചുരത്തുന്ന ചാരുമൂർത്തിയെ മൺതിരിക്കുള്ളിലും മാമലയ്ക്കുള്ളിലും സ്പന്ദനം കൊള്ളുന്ന ചാരു സത്തേ. എന്തായാലും നമ്മളോട് പറഞ്ഞതിനേക്കാൾ മുമ്പ് മാഷെത്തി. അപ്പോൾ മാഷെ ഒട്ടും വൈകിക്കാതെ നമുക്ക് വിടേണ്ടതുണ്ട്. ഇനി നമ്മളോടൊപ്പം ഓണസദ്യ കഴിക്കാൻ മാഷ് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിറഞ്ഞ മനസ്സോടെ, ഏറെ സ്നേഹത്തോടെ, നിറഞ്ഞ കൈയടിയോടെ ഇതിന് ഉദ്ഘാടനത്തിന് വേണ്ടി മാഷ് നമുക്ക് സ്വാഗതം ചെയ്യും. 1971-72 ബാച്ചിലെ വിദ്യാർത്ഥികളാണ് സദസ്സിൽ രീതിയിലുമായി വരുന്നത്. വയസ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ 81-82 ബാച്ച് കൂട്ടിയിട്ട് എഴുതാവാൻ വഴിയില്ല. അവർ തോറ്റാൾക്കാർ ഇഷ്ടംപോലെ മനസ്സിലായി. അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന സുഹൃത്ത് പറഞ്ഞു ഇന്നത്തെ ദിവസം 16 ശരി, ഞാൻ സമ്മതിച്ചു. എല്ലാം നമുക്കിങ്ങനെ കൂടിയിരിക്കുന്ന വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനെന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷൈജം ശ്രീവത്സമിതി പരിപാടിക്ക് വിളിച്ചപ്പോൾ താമസിക്ക് ഞാൻ നോക്കിയപ്പോൾ ഒട്ടും വരാൻ പറ്റിയ രീതിയിലല്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ ടൗൺ ഹാളുള്ള പരിപാടി 10:30 തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഉദ്ഘാടനമായിട്ട് ഞാൻ പോകേണ്ട ആളാണ്. എന്നാൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് പുതുതായി ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അതിൽ പോയില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം പോലെ തോന്നാറാണ്. ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് കൂടുതലുള്ളത് അതൊരു പ്രശ്നം തോന്നില്ല. അങ്ങനെ പോകാത്ത ശരിയായില്ലെങ്കിൽ പോകേണ്ടതായിരുന്നു തോന്നലില്ല. പിന്നെ അത് മാത്രമല്ല, ഷൈജൻ വിളിച്ചപ്പോൾ കാര്യം പറഞ്ഞു ഓണസദ്യത്തെ നല്ല ഗംഭീരമായിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ചത് കഴിച്ചിട്ടേ പോകാൻ പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച് കഴിക്കണമെന്നായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ നല്ല സദ്യയൊക്കെ വിളിച്ച് ഏർപ്പാട് ചെയ്യിച്ചു. ചില ആളുകൾ ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ നല്ല രീതിയിൽ നമുക്കിത് നമ്മുടെ പഴയ കാര്യങ്ങൾ പലതും ഒട്ടും മറയില്ലാതെ ചിന്തിക്കുകയും പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ കഴിയുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ബാച്ച് എന്ന് പറയുന്നത്. നിങ്ങൾ ആ ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞു. ബെഞ്ചിൽ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ചില ഓർമ്മകൾ വന്നു. എന്തായിരുന്നു ബെഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ സമയത്തുള്ള ബെഞ്ച് എന്ന് പറയുന്നത് ഇരിക്കുന്ന സാധനമല്ലല്ലോ. ഇരിക്കുന്ന ചെറിയ രൂപം മാത്രമേ ഉള്ളൂ. പല സ്ഥലത്തും ഊഞ്ഞാലാടുന്നത് ഈ ബെഞ്ച് പോലെ ആയിരുന്നു. ഇതിന്റെ കാലം നൽകി ബെഞ്ച് എന്തായാലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ബെഞ്ചൊക്കെ ഞങ്ങള് 3 പേര് കിഴക്കോട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സമയം ഊഞ്ഞാലാവും എല്ലാ പ്രശ്നമില്ലായിരുന്നു. കാർത്തിക വർഷം വന്നാൽ ആ ബെഞ്ച് എന്തായിട്ട് മാറുന്നത് നേരെ കയറി നിൽക്കണം. 10 പഠിക്കാൻ കയറി നിൽക്കുന്ന സ്ഥലമായിരുന്നു ബെഞ്ച്. ഇരിക്കുന്ന സ്ഥലമായിരുന്നില്ല, കയറി നിൽക്കാൻ മതി. കയറി അതിന്റെ മുകളിൽ നിന്ന് ഞങ്ങൾ കുറച്ചായിരുന്നു. ഇപ്പൊ ആ രീതികളെല്ലാം മാറി. കുട്ടികളെ കുറെ കൂടി കേന്ദ്രീകരിച്ച് പഠിപ്പിക്കാനുള്ള ചൈൽഡ് സെന്റേഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് ഗുണമുണ്ട് ദോഷമൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂരലും ചോക്കും ഒരു കസേരയും ഒരു ചെറിയ മേശയും ഒരു ബ്ലാക്ക് ബോർഡും ഉണ്ടായാൽ ക്ലാസ് റൂമായി പിന്നെ വരുന്ന ആൾ ഏറ്റവും നല്ല ടീച്ചറിലേക്ക് ഏറ്റവും നല്ല ഗുണം കിട്ടും. എന്തെങ്കിലും കുഴപ്പമൊന്നും ആണെന്നുണ്ടെങ്കിൽ ആ കൊല്ലം മുഴുവനും കുഴപ്പം അല്ലെ. ചില ടീച്ചർമാർ നല്ല നമ്മുടെ കുട്ടികളെ നമ്മളെ സ്നേഹിച്ചിരുന്ന പോലെ അത്ര അഗാധമായി സ്നേഹിച്ചാണ്. 1ാം ക്ലാസ്സിൽ അരുണാബായി ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ എനിക്ക് ഓർമ്മ. അരുണാബായി ടീച്ചർ മതിലകത്താണ് ടീച്ചർ കൊണ്ട്. ടീച്ചർ വരുമ്പോൾ ടീച്ചർ അവിടെ ഉണ്ടാക്കിയ സാധനം ഇവിടെ കൊണ്ടുവരും. ആദ്യം ടീച്ചർ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ ടീച്ചർ വീട്ടിൽ ഉണ്ടാക്കിയ സാധനം മേശക്കൊണ്ടിരിക്കും. ചില
ചില സാധനമൊക്കെ ഇങ്ങനെ പിച്ച് ഇത് എല്ലാവർക്കും കിട്ടണമല്ലോ. അപ്പൊ അത് എന്നാലും ടീച്ചറെ സ്നേഹവും നമ്മളോടുള്ള ആ രീതിയൊക്കെ മനസ്സിലാക്കാൻ അത് മതി. ചിലപ്പോൾ ഒരു വട്ടയപ്പത്തിന് നമുക്ക് കഴിയും ഈ ടീച്ചറോട് തമ്മിലുള്ള ബന്ധം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മളെ സ്നേഹിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് നമ്മളായതിന്റെ പിന്നിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ അയവറക്കാനൊക്കെ കിട്ടുന്ന സമയമാണ്. ഇവിടെ ഷൈജ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കൂളിനെ പറ്റി ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് ആളുകളുടെ പേര് വന്നു. ധന്യമായ ഓർമ്മയാണ് നമുക്ക് ടീച്ചർമാരെ കുറിച്ചും അന്നത്തെ നമ്മുടെ ഗുരുവും അല്ലെ എന്തെല്ലാം ഈ പറഞ്ഞ നല്ല ഡിഗ്രിയായിട്ട് ഇപ്പൊ ഇരിക്കുന്നത് വരില്ല. അന്ന് എന്തായിരിക്കും മുതലുന്ന അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ അല്ലെ. ഇന്ത്യയിലെ വില്ലന്മാരും ക്രിസ്ത്യനെ വില്ലന്മാരും തുടങ്ങിയിട്ടുള്ള പലതരം പല ഏഷ്യൻ ആളുകളും ഒക്കെ ആയിട്ടുള്ള പല. പിന്നെ അത് മാത്രമല്ല മിക്കവാറും ആളുകൾക്കൊക്കെ ടീച്ചർമാർക്കൊക്കെ നമ്മളോരോ പേരുണ്ടായിരുന്നു. വീട്ടിലൊന്നും എനിക്കറിയില്ല. ഓരോ ടീച്ചർമാർക്കും ഓരോ പേരുണ്ട്. ഓരോ പേര് ഓരോരുത്തർക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളൊരു കാലം മുഴുവൻ ഓർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ വളരെ സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ ഇതിൽ കൂടുന്നതിനുള്ള സന്തോഷം പ്രത്യേകമായി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതിന്റെ സംഘാടകർ ഇന്നിരിക്കുന്നത് എനിക്ക് ഓണാഘോഷവും എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഇന്ന് രാവിലെ വന്ന ആളുകൾ പോലെ വന്നു തുറന്ന മനസ്സുകൊണ്ടിയാണ് കുറെ ആളുകൾക്ക് നമ്മൾ ആ മറയൊക്കെ പോയി ഏറ്റവും നല്ല രീതിയിലായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. ഒരു നല്ല ഓണാഘോഷം കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവരും ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. ഏറ്റവും ധന്യമായ കൈകൾ കൊണ്ട് കുട്ടികൾക്കുള്ള സമ്മാനം കൊടുക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ആദ്യമായിട്ട് നമുക്ക് സതിയുടെ മകൾ അനു ഹരിദാസ്. ഇപ്പോൾ വന്നവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നസീമാനെ കണ്ടു, പത്മജയെ കണ്ടു, ശ്രീദേവി, ഗീതയെ കണ്ടു, പിന്നെ ആരൊക്കെയുണ്ട്, അനിത വന്നല്ലോ, അനിത വന്നു. അപ്പൊ എന്തായാലും മാഷ് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനങ്ങൾ കൈമാറും. മകൾക്ക് വെച്ചിട്ട് മകൾ വന്നോ? അപ്പോ അനുവിനുള്ള അനു ഹരിദാസിനുള്ള സമ്മാനം അനു ഹരിദാസിന്റെ മാതാവ് അനു ഹരിദാസിനെ ഇത്രയും എത്തിക്കാൻ ഒരു നല്ല രീതിയിൽ പരിശ്രമിച്ച് മകളെ വിജയത്തിലിച്ച് ടീച്ചറായ കായിക അധ്യാപകർക്ക് മാറ്റിയ സതിയെ നിറഞ്ഞ കൈയടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സമ്മാനം വാങ്ങിക്കൊടുക്കുന്നതായിരിക്കും. അനുവിനുള്ള സമ്മാനം, അനു ഹരിദാസിനുള്ള സമ്മാനം നിറഞ്ഞ കൈയടിയോടെ സതി ഏറ്റുവാങ്ങും. ജീവിതത്തിൽ തന്നെ നിമിഷമാണ്. താങ്ക് യു സതി. ഇനി ദേവപ്രിയക്കുള്ള സമ്മാനമാണ്. ദേവപ്രിയയുടെ സമ്മാനം ദേവപ്രിയ ബിടെക് എഞ്ചിനീയറായി വളർത്തിയ പ്രിയപ്പെട്ട രാജേന്ദ്രന്റെയും നമ്മുടെ സഹപാഠി രമണിയുടെയും മകൾ ദേവപ്രിയക്കുള്ള സമ്മാനം. അത് ഏറ്റുവാങ്ങുന്നത് ദേവപ്രിയെ ഇത്രയും എത്തിക്കാൻ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്ന ദേവപ്രിയയുടെ മാതാവ് ബഹുമാനപ്പെട്ട നമ്മുടെ മെമ്പർ കൂടിയായ രമണിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദേവപ്രിയയ്ക്ക് വേണ്ടി അവരോട് ഏറ്റുവാങ്ങുന്നത് രമണിയാണ്. മാഷ വളരെ സന്തോഷത്തോടുകൂടി അത് നൽകുന്നു. മാതാവിന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല അംഗീകാരവും ഉത്സവമാണ്. നിറഞ്ഞ കണ്ണുകളോടെയുള്ള രമണി അത് ഏറ്റുവാങ്ങുന്നത്. എനിക്ക് ഇവിടെ വന്ന രമണിയുടെ കണ്ണിലെ കണ്ണുനീർത്തുള്ളികൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. അടുത്തത് നമുക്ക് നൽകാനുള്ളത് വൈകാൻ എന്ന നമ്മുടെ ഈ സ്കൂളിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരുപാട് പരിമിതികളുള്ള കാഴ്ചപരിമിതിയുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിരവധി നേട്ടങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. ആ സമ്മാനം ടൈസൺ മാഷ നൽകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദിലീപ് ഇത് വന്നിട്ട് ടൈസൺ മാഷ വൈകാൻ വേണ്ടി ഏറ്റുവാങ്ങണം. നമ്മളത് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് വൈകാന്റെ വീട്ടിലെത്തിക്കും. വൈകാനുള്ള സമ്മാനം അദ്ദേഹത്തിന്റെ കുടുംബാംഗം കൂടിയായ ശ്രീ ദിലീപ് ഇത് ഏറ്റുവാങ്ങുന്നു. നിറഞ്ഞ കൈയടിയോടെ അതും നമുക്ക് സമ്മാനിക്കാം. അടുത്തത് ആമിനയ്ക്കും ഇർഫാനയ്ക്കുമുള്ള സമ്മാനമാണ്. കുട്ടികൾ സമയക്രമത്തിൽ നമ്മുടെ ഭാഗത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചുണ്ട്. അത് മനഃപൂർവ്വമല്ല, തിരക്കി വിട്ടിട്ടുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ആ കുട്ടികളുടെ വാപ്പ വളരെ എന്താ പറയാ, ജീവിതത്തിന്റെ രണ്ട് തല മുട്ടിക്കാൻ പാടുപെടുമ്പോൾ മക്കളെ പ്രശസ്തിയിലെത്തിക്കാൻ ഉന്നതരാക്കാൻ ശ്രമിക്കുന്ന
പിതാവിനുള്ള അംഗീകാരമായിട്ട് കൈസമാറ്റിൽ നിന്നും ആമിനയ്ക്കുള്ള സമ്മാനം ആദ്യമായിട്ട് ആമിനയും ഒരു കൊത്തും ഞങ്ങൾ യഥാർത്ഥത്തിൽ മാഷ ഉച്ചയ്ക്കാണ് പരിപാടി ആലോചിച്ചത്, അതുകൊണ്ട് വന്നൊരു മിസ്സിംഗാണ് ക്ഷമിക്കുന്നത്. നിറഞ്ഞ മനസ്സോടെ അടുത്ത സമ്മാനം കൂടി ഇർഫാനയ്ക്കുള്ള ക്വിസ് മത്സര വിജയികളാണ്. വളരെയധികം ജനറൽ നോളജുള്ള 2 കുട്ടികളാണ്. നമുക്ക് അഭിമാനമാണ് അവർ 2 കുട്ടികൾ. അവരെ ഉന്നതത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്ക്രീനിൽ കണ്ട കഴിവുകൾ ഞങ്ങൾക്ക് കുറച്ച് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. സ്ക്രീനിൽ അദ്ദേഹത്തിന്റെ കഴിവ്, പക്ഷേ അതൊരുപാട് കണ്ടവരാണ് ഈ ഇരിക്കുന്ന സഹപാഠികൾ. അവർ അദ്ദേഹത്തെ നമ്മുടെ പ്രിയങ്കരനായ ഷൈജൻ ശ്രീവത്സത്തെ ഏറെ സ്നേഹത്തോടെ ആദരിക്കുകയാണ്. ഈ ധന്യവേളയിലേവരും കൈയടിച്ചു തന്നെ അദ്ദേഹത്തെ പ്രിയങ്കരനായ എന്നല്ലേ ഓടിച്ച് അദ്ദേഹത്തെ ആദരിക്കുന്നു. മിമിക്രിയും അഭിനയവും പാട്ടും ഡാൻസും ഒക്കെയായി ഞങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് മാത്രം കാണാൻ സാധിച്ച ആ കഴിവ് നിങ്ങൾ ഒത്തിരി നേരം കണ്ടതാണ്, ഒരുപാട് വർഷക്കാലം കണ്ടതാണ്. നിങ്ങളുടെ ഭാഗ്യം, സ്നേഹം. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളും ഞങ്ങൾ ഈ സംഗമം കൂടിച്ചേരലൊക്കെ നടത്തിയതിനു ശേഷം ദൈവം ഞങ്ങളുടെ വാശി കൊണ്ട് ദൈവത്തിൽ നിന്ന് ഞങ്ങൾ ആണും പെണ്ണും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ബാർഗൈൻ ചെയ്ത് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട ജാഫറിനെ കൈസമാസ്റ്റർ പൊന്നാട കാത്തി സ്വീകരിക്കുന്നു. അതിനുവേണ്ടി ജാഫർ വരണം. ജാഫറിനെ ഞങ്ങൾ തിരിച്ചു ദൈവത്തിനോട് സകല നന്ദിയും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥനയായിട്ട് തന്നെ നൽകുന്നു. ബഹുമാനപ്പെട്ട ജാഫർ വന്നിട്ട് മാഷിൽ നിന്ന് ഈ സ്വീകരണം ഏറ്റുവാങ്ങണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. Thank you all. എത്തിച്ചേർന്ന് നമ്മുടെ പ്രിയങ്കരനായ നിലയ്ക്ക് ഹൃദ്യമായ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു സർ. നമ്മുടെ താജുക്ക നമ്മളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനനായ 1981-82 ബാച്ചിലെ ഈ വളരെ ജീവിതത്തിൽ ഏറ്റവും അപൂർവമായ ഒരു മാനസിക സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു സദസ്സാണ്. അത് എത്രയും വൈകുന്തോറും എത്രയും കൊല്ലം തോടുന്തോറും അതിന്റെ മാധുര്യം കൂടുതൽ നേടിക്കൊണ്ടിരിക്കും. അതാണ് സഹപാഠികളുടെ ഈ കൂട്ടായ്മ. കഴിഞ്ഞ കൊല്ലം 81-82 വളരെ ഭംഗിയായി ഈ ഒരു കൂട്ടായ്മ നടത്തിയിട്ടുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഇവിടെ കൂടുവാൻ കഴിയും. വളരെ അതിന്റെ സംഘാടകരെ ആദ്യമായി അഭിനന്ദിക്കുന്നു. ഇവിടെ വേദിയിലുള്ള 81-82 ബാച്ചിന്റെ അധ്യക്ഷൻ കൂടിയായ രാജു, ശ്രീ ഷൈജൻ ശ്രീവത്സം, നമ്മളുടെ UAE ചാപ്റ്റർ ഓഫ് സൗത്തിന്റെ പ്രസിഡന്റ് കൂടിയായ നിങ്ങളുടെ സഹപാഠി കൂടിയായ ജാഫർ സാഹിബ്, അതുപോലെ ഒരുപാട് എന്റെ സുഹൃത്തുക്കൾ സഹപാഠികൾ ഈ സദസ്സിലുണ്ട്. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വാസ്തവത്തിൽ ഈ സഹപാഠികളുടെ ആ കൂട്ടായ്മയുടെ ഔന്നത്യത്തെ 10 കൊല്ലം മുമ്പ് UAE വെച്ച് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ ഒസാക്സ് എന്ന ഹോൾ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് ചാമക്കാല ഹയർ സെക്കൻഡറി സ്കൂൾ രൂപീകൃതമായി 10 വർഷം കഴിഞ്ഞു. അതിനോടനുബന്ധിച്ച് ഇവിടെയും പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് സഹപാഠികളുടെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അവർക്കും അറിയാം, ഞാൻ മാഷ് ഇരിക്കുന്നതുകൊണ്ട് ദീർഘിപ്പിച്ച് പറയുന്നതാണ്. ഈ ഗ്രൂപ്പിന്റെ തുടക്കം തന്നെ രാജു രമണി സുഹൃത്തുക്കളിൽ നിന്നാണ് ആരംഭിച്ചത്. PR ബാബുവിന്റെ മകളുടെ കല്യാണത്തിന് അവർ ചേർന്നപ്പോഴാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ഫോമിങ്ങിനെ കുറിച്ച് അവർ സംസാരിച്ചത്, ഗ്രൂപ്പ് രൂപം കൊള്ളുന്നതും.
നമുക്ക് രാജു മാഷ് സംസാരിക്കുന്നതിന് മുമ്പ് അധികം പ്രസംഗങ്ങൾ വേണ്ട, നമുക്ക് അധികം പ്രസംഗമില്ല, നമ്മൾ വരാൻ വർത്തമാനം പറയാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ 2 വാക്ക് പറയുന്നതിന് വേണ്ടി രാജു 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റേജ് പ്രോഗ്രാം അവസാനിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ എല്ലാ നിറഞ്ഞാട്ടമാണ്. ആ നിറഞ്ഞാട്ടത്തിന് എല്ലാവരും മനസ്സിലായിട്ട് തയ്യാറെടുക്കുക. രാജു 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും മൗനത്തിലാണ്, എനർജറ്റിക്കല്ല. എന്ത് പറ്റിയേ? ഇന്നലെ ഞാൻ കണ്ടപ്പോഴും പലരെ വിളിച്ചു. അപ്പോഴും അവർ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഞാൻ പാട്ട് പാടാം, മിമിക്രി അവതരിപ്പിക്കാം എല്ലാം പറഞ്ഞു. പാട്ട് പാടാത്ത കുഞ്ഞു മുഹമ്മദ് അടക്കം പറഞ്ഞു ഞാൻ നാളെ പാട്ട് പാടാമെന്ന്. അതിന് സാക്ഷി സജിത്താണ്. പക്ഷേ ഇപ്പൊ എല്ലാവരും മൗനത്തിലാണ്. നാളെ ഈ പ്രോഗ്രാം ഒരു ഓർമ്മ മാത്രം. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞാൽ അത് പിറകിലേക്ക് പോകും. അതുകൊണ്ട് ഒരു വർത്തമാനം പറയാം എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ നമ്മൾ അംഗീകരിച്ചു, അംഗീകാരം കൊടുക്കും. അവർക്കും സ്വാഗതം പറയുന്നതോടൊപ്പം ഇന്നത്തെ ദിവസം ആഘോഷമായി വളരെ സന്തോഷത്തോടെ എല്ലാവരും കലാപരിപാടികൾ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഔപചാരിക പരിപാടിയിലൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഷാജി സാർ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ പകർനാട്ടമാവാം അല്ലേ? റെഡിയല്ലേ? ആരുടെയൊക്കെ പേര് പറഞ്ഞു? പാട്ട് മിമിക്രി ഇഷ്ടമായ കേട്ടപ്പോഴാണ് ഭയങ്കര കൊതി കേൾക്കാൻ. ഇതിൽ ആരാ മിമിക്രി താരം? ആരൊക്കെയുണ്ട്? എനിക്കറിയില്ല അല്ലേ? എനിക്കറിയില്ല. വരും മിമിക്രി ഇതാ വരുന്നു. ഈ സെൽഫ് ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ചില ആളുകൾ ഇതുവരെ കഴിഞ്ഞ നമ്മുടെ സംഗമത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ ഏറ്റവും ആവേശപൂർവ്വം അതെ കുറച്ച് നേരത്തെ എന്നോട് പുറത്തുനിന്ന് 2 ആൾ വിളിച്ചു ചോദിച്ചു ഇവിടെ തൊഴിലുറപ്പ് സമ്മാനം ബഷീറിന്റെ ഭാര്യ വന്നിട്ട് മക്കൾ വന്നു. അപ്പോൾ മാഷ് പോയെങ്കിലും ആ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഈ ചടങ്ങിൽ നിന്ന് അവരെ കയ്യിൽ തന്നെ ഏൽപ്പിക്കണം ബഷീറിന്റെ ആഗ്രഹപ്രകാരം നമുക്ക് ഇത് നമ്മുടെ ബഷീറിന്റെ മക്കൾക്ക് കൊടുക്കാം. അപ്പോൾ ബഷീറിന്റെ മകള് ആമിന വരണം, ഏറ്റവും സീനിയറായിട്ടുള്ള സുബൈറും വരണം. ഒന്നുകൂടെ അവർക്ക് നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. സുബൈർ ആമിനയുടെ കയ്യിൽ ആ ട്രോഫി ഒന്നുകൂടെ ഏൽപ്പിക്കണം. കം സുബൈർ, ആമിന. മത്സര വിജയി ആമിന. എല്ലാവരും കയ്യിൽ കൊടുത്തേ. സഹപാഠി സൗഹൃദ കൂട്ടായ്മ 81-82 ബാച്ച് കുട്ടികളെ ആദരിക്കുന്നതിന് ഒരർത്ഥമുണ്ട്. ഭാവി തലമുറയ്ക്കുള്ള വാഗ്ദാനമാണ് ഈ കുരുന്നുകൾ. നമ്മുടെ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കുരുന്നുകളാണ്. അവരെ ആദരിക്കുക എന്ന് പറയുന്നത് ഏറെ ധന്യമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ. കൺഗ്രാറ്റ്സ് ആമിന, കൺഗ്രാറ്റുലേഷൻ. അടുത്ത കൊടുക്കാനുള്ളത് ഇർഫാനയ്ക്കാണ്. ഇർഫാനയ്ക്ക് സമ്മാനം നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സിൽ തെങ്ങി നിൽക്കുന്ന നമ്മളാക്കാൻ ശ്രമിച്ച നമ്മളാക്കിയ മൂസമാഷ നമ്മൾ ഒരിക്കലും മറക്കില്ല, ജീവിതത്തിൽ മറക്കില്ല. നമ്മൾ കബറിൽ പോയാലും നമ്മുടെ മനസ്സിൽ മൂസമാഷ ഉണ്ടാവും. ആ മൂസമാഷയുടെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ നമ്മളിന്ന് കാണുന്ന ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സഹപാഠി വഹിദ ഇത് നമ്മുടെ ഇർഫാനയ്ക്ക് കൈമാറും. വഹിദ പ്ലീസ്. നമ്മുടെ ചാമക്കാൽ സ്കൂളിലെ ഏറെ പ്രിയപ്പെട്ട അദ്ദേഹം മൂസമാഷ് അദ്ദേഹത്തെ സ്മരിക്കുകയാണ്. ഇവിടെ പറയാൻ വാക്കുകളില്ല അദ്ദേഹത്തെ കുറിച്ച്. നമുക്ക് എല്ലാവർക്കും വളരെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. സഹപാഠി സൗഹൃദ കൂട്ടായ്മയുടെ സാമൂഹിക പ്രതിബദ്ധത കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. മുതിർന്ന നമ്മളെ കൂട്ടുകാരിയെ ആദരിക്കുകയാണ്.
പ്രതിഭകൾ ഇനി ഉയരട്ടെ. കൺഗ്രാറ്റ്സ്. കഴിഞ്ഞ തവണ നമ്മൾ ഈ പരിപാടി നടത്തിയപ്പോൾ ബീനയ്ക്കുള്ള മൊമെന്റ് നമ്മൾ വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. ബീന സംസാരിക്കും. അതിനു മുമ്പ് അനിതയ്ക്ക് നമ്മൾ ഈ മൊമെന്റോ കഴിഞ്ഞ നമ്മുടെ മാസ്റ്റർ സംഗമത്തിലെ മൊമെന്റോ എത്തിയിട്ടില്ല. അനിത വരണം പ്ലീസ്. നമ്മുടെ കഴിഞ്ഞ മഹാസംഗമത്തിന്റെ മൊമെന്റോ അനിതയ്ക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഈ മൊമെന്റോ നമ്മൾ ഈ അവസരത്തിൽ കൈമാറുകയാണ്. അപ്പോ കഴിഞ്ഞ സംഗമത്തിൽ അനിഫ നമ്മൾ വിട്ടുപോയ ഒരാളാണ് അനിത. അപ്പൊ അനിതയ്ക്ക് ഈ മൊമെന്റോ നൽകണം. അത് അനിഫ വന്ന് നൽകണം. നിറഞ്ഞ കൈയടിയോടെ നമ്മുടെ കൃഷ്ണൻ. ഇന്നിപ്പുറത്തേക്കുന്നു. മുതലപ്പുറത്തിൽ ഭാഗമായി ബീന. ഞങ്ങളൊന്ന് വിചാരിച്ച എന്തായാലും ബീന ഒരു മിനിമം ശാസ്ത്രജ്ഞാവെന്ന് വിചാരിച്ചതാണ് ബീന. അമ്മയും പഠിപ്പിച്ച് ബുദ്ധിജീവി. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു കല്യാണം കഴിയുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കുടുംബജീവിതം. അപ്പൊ അതിനുശേഷം ഉണ്ടാകുന്ന ഗതിവിഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിനെ മറ്റൊരു തലത്തിലേക്ക് തിരിച്ചുവിടും. എന്തായാലും നിറഞ്ഞ കയ്യടിയോടെ വേണം ബീനെ ആഗ്രഹിക്കും. പിന്നെ ചെന്നൈയിൽ ഇതിനുവേണ്ടി വന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ 8-ാം തീയതി നമുക്ക് പ്രോഗ്രാം വെച്ചത്. ബീന ബീന നമ്മളോട് സ്നേഹപൂർവ്വം 2 വാക്കും മൊഴിയും. ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. ജീവിതത്തിന്റെ സുവർണ്ണ കാലഘട്ടം ഒരു 10 വർഷം കഴിച്ചു കൂട്ടിയിട്ട് വീട് എത്തിച്ചേരാൻ കഴിഞ്ഞതിനും നിങ്ങളെല്ലാവരും കണ്ടുകൊള്ളുന്നതിനും ഒരുപാട് സന്തോഷം. ഇതിനെ കാരണക്കാരായ എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എന്താ പറയാ, ഈ സന്ദർഭം ഒരുക്കി തന്ന എല്ലാവർക്കും നന്ദി. ഒരുപാട് നന്ദി. നമസ്കാരം. ആഗ്രഹമില്ലെന്ന് പറഞ്ഞു കൊടുക്കും. തമിഴ് കാലത്തിൻ കൈവിരൽ കള്ളാനെത്ര കാലങ്ങൾ പതിപ്പോൾ ചിലക്കാട്ടിൽ പറക്കും കിളികളൻ കൊച്ചു കൈകളിൽ കളിച്ചിരുന്നു. ആയവയെന്നെ കാണുമ്പോൾ പേടിച്ചു പായുന്നു ഞാനിത്ര ഭാവിയെന്നോ. കാലത്തിൻ കൈവിരൽ കള്ളാൽ ഞാനെത്ര കാലങ്ങൾ പിന്നിട്ടു പതിപ്പോൾ. ബീന പറയുന്നത് 2 അടിക്കാത്തോണ്ട് കാര്യമാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മള് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് ഞങ്ങള് ആമ്പിള്ളേര് രഹസ്യമായിട്ട് കുരുത്തംകൊള്ളി കുടിക്കുന്ന ഒരാളുണ്ട്. ആളാരാന്ന് നിങ്ങളൊന്ന് പറയും. അപ്പൊ കുഞ്ഞോമത് കഴിഞ്ഞ സംഗമത്തിന് ഉണ്ടായിരുന്നില്ല. മൊമെന്റ് നമ്മൾ കുഞ്ഞോമ്മേന്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞോമത് കൊണ്ട് ഒരു മണി എം പി മണി വെൽക്കം. മണി വളരെ അധ്യക്ഷന്റെ നിലയിലാണ് ആരും ഏൽപ്പിച്ചിട്ടാണ് 1/2 മണിക്കൂറിന് വരാമെന്ന് പറഞ്ഞത്. മണിക്ക് സ്വാഗതം. അപ്പൊ കുഞ്ഞോമത് കൊണ്ട് ഇറച്ചി മേടിക്കാൻ പോയി കഥയുണ്ട്. കുഞ്ഞോമ്മേന്റെ വാപ്പാനെ നമുക്കറിയാലോ വരുന്നതൊക്കെ. അപ്പൊ 5 രൂപയ്ക്ക് കുഞ്ഞോമ്മതിനെ ഇറച്ചി മേടിക്കാൻ വിട്ടു. ഇറച്ചി മേടിക്കാൻ വേണ്ടിട്ട് ഈ പൈസ കുഞ്ഞോമത് കളഞ്ഞു പോയത് പിന്നെ പറഞ്ഞല്ല. അപ്പൊ ഇവരുന്നുണ്ട് നമ്മുടെ ശാന്താർമ്മന്റെ വീണ്ടും നമുക്കറിയാം പിന്നല്ലേ. അപ്പൊ അവിടെ കൊച്ചണ്ണമ്മാമെന്നുണ്ട് ഒരു അമ്മാമയുണ്ട്. അപ്പൊ അവര് വന്ന് കൊച്ചണ്ണമ്മാമ അവരോട് ചോദിച്ചു മോൻ എന്തിനാ അവിടെ വന്ന്. കാരണം അതിനകത്ത് കാണാൻ എല്ലാവർക്കും അറിയാം. ആർക്കും അറിയാത്തിരിക്കില്ല.
അപ്പൊ പറഞ്ഞു ഇങ്ങനെ സംഭവം വീട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല, വാപ്പ പുറം വലിപ്പുറാക്കുന്നു പറഞ്ഞു. പിച്ചളമാമ പറഞ്ഞു നീ പേടിക്കണ്ട, 5 രൂപയുടെ കേസല്ലേ, ബനികത്തുക്കാടെ മോനല്ലേ. അത് ബനികത്തുക്കാന്ന് പറഞ്ഞ ആരാണ്? ഈ നാട്ടിലെ ബാങ്കാണ്. പിച്ചളമാമ ഈ മടിയിൽ നിന്ന് എടുത്തിട്ട് പൈസ 5 രൂപ ഇട്ടുള്ളൂ, നീ അരച്ചു മേടിച്ചിട്ട് പോ, പിന്നെ നന്നാമത്തെ. അപ്പൊ അങ്ങനെ ഒരു കഥകളൊക്കെ ഇത് പുട്ടടിച്ച് ഞാൻ വെറുതെ പറഞ്ഞാൽ പോയത് നമുക്ക് അറിഞ്ഞത് പറഞ്ഞപ്പോ. അപ്പൊ കുഞ്ഞമ്മന്റെ അനുഭവം നമ്മളോട് നമുക്ക് നല്ല കുഞ്ഞമ്മ. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് സത്യം പറഞ്ഞാലേ ഇങ്ങനെ സംസാരിച്ച് പരിചയമില്ല. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടൊന്നും തോന്നുന്നു ഇങ്ങനെ ഒന്നും സംസാരിക്കുന്നത്. സംസാരിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞാൻ മാറി നിൽക്കാതെ പറയും. ഇത്രയും പറഞ്ഞു കേൾക്കുന്നെങ്കിലും സംസാരിക്കാണ്ട് പോകുന്നത് ശരിയല്ല. പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞു, എന്നെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് ഷൈജൻ പറഞ്ഞു. അതിപ്പോ തിരിച്ച് പറയാത്ത കാര്യം അത്യാവശ്യം തന്നെ ആയിരുന്നു. ഞാൻ നമ്മൾ സമ്മതിക്കണം, ചില കാര്യങ്ങൾ സമ്മതിക്കണം. പ്രത്യേകിച്ച് ഷൈജനെപ്പോലുള്ള ആൾക്കാർ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറഞ്ഞു തരുന്ന കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചിട്ടാണ്. ഈ 5 രൂപയുടെ കഥ നമ്മുടെ സ്കൂളില് ഈ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ സേവനമാർഗം സംഭവം, അതിലാണ് ആ പൈസ ഇങ്ങനെ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് നഷ്ടപ്പെടുകയും ചെയ്തത്. പിന്നെ സത്യം പറഞ്ഞാലേ നമ്മളിപ്പോ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാല് നമ്മൾ പല ആൾക്കാരും ഈ ഫേസിൽ പല ആൾക്കാരും നമ്മൾ കാണുമായിരുന്നു. പലർക്കും തായി പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് വിട്ടിട്ട് ഈ ഗ്രൂപ്പ് വന്നപ്പോ ഒരുപാട് ആളുകൾ നല്ല ബന്ധങ്ങളായി. ഇടയ്ക്കിട്ട് ചിലപ്പോ ജ്യൂസ് കിട്ടും, ചില ആൾക്കാർക്ക് മറ്റത് ശരിയപ്പോ കാണാം. പരീഫൊക്കെ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ജ്യൂസ് വാങ്ങി തന്നു, ഫോട്ടോ എടുത്ത് വിടുകയും ചെയ്തു. കാരണം ഞാൻ ജ്യൂസ് വാങ്ങിക്കൊടുത്തില്ല, അതൊക്കെ ആ ജ്യൂസ് വാങ്ങിട്ട് അത് മേടിച്ചതല്ല. പെട്ടെന്ന് പിണങ്ങുന്ന പിണങ്ങില്ല. ഈ ഇന്നത്തെ ദിവസം എല്ലാവർക്കും 16 വയസ്സാണ് ശരിക്കും പറഞ്ഞാല്. അപ്പൊ അതിന്റെ പേരിൽ എല്ലാവർക്കും നല്ല സന്തോഷത്തോടെ ഉഷാറായിട്ട് നിൽക്കണം. ഈ വയസ്സന്മാരാണെന്ന തോന്നല് ഇന്നത്തെ ദിവസം ഉണ്ടാവാണ്. ഏതായാലും പുറത്തേക്ക് കഴിഞ്ഞാലൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ എന്റെ പേര് കുഞ്ഞോമൻ, പരിചയപ്പെടുത്തിയില്ല. കുഞ്ഞോമന് ഒപ്പകൾ പഠിക്കാൻ ഡീനാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. രവീന്ദ്ര മാഷ സ്റ്റുഡന്റ് ആയിരുന്നു. പിന്നെ 3 മക്കളാണ്. മൂത്ത മോളുടെ ഭാഗം കഴിഞ്ഞ് 2 കുട്ടികൾ, അവൾ UK-യിലാണ്. രണ്ടാമത്തെ മോള് ഷാർജയിലാണ്. മൂന്നാമത്തത് ഡിഗ്രി ഫൈനൽ ഇയർ സെന്റ് ജോസഫ് പഠിക്കുന്നു. അവളുടെ ഇതായിട്ടുള്ള വരാനുണ്ടായ സംഭവം. അപ്പൊ എല്ലാവർക്കും ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മിമിക്രി താരത്തെ ഇവിടെ ലഭിച്ചിട്ടില്ല. മിമിക്രി താരം ആരാണെന്ന് നിങ്ങൾക്കറിയാലോ. ഒരുമിച്ച് ആ പേരെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒളിച്ചിരിക്കണോ? ഒളിച്ചിരുന്നേ, ഒളിച്ചിരിക്കണ ഇങ്ങോട്ട് പോരും. നന്നായി കൈയടിച്ചാലോ വരുള്ളൂ. കൈയടിച്ചോ? നല്ലൊരു മിമിക്രി നമുക്ക് ആസ്വദിക്കാം. കുറച്ച് ഓർമ്മകൾ അദ്ദേഹത്തിന് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ അതെ എല്ലാവരും പറയുക ടീച്ചർമാരാണ് പ്രീയുടെ ഫോൺ നമ്പർ പറയുമല്ലോ. ആ ചെറുപ്പളാകുന്നു യശോദ ടീച്ചറുടെ പേരൊക്കെ ആരെങ്കിലും എഴുതി വെക്കണം. കാരണം ഇവിടെ വർത്താനം പറയുന്നത് 10ാം ക്ലാസ് കുട്ടികളുടെ പേര് എഴുതി വെക്കും. അവർക്ക് അടിയുണ്ട്. പ്രീയുടെ ടീച്ചറുടെ കൂടുതൽ കൊണ്ടുവന്നുണ്ട്. അപ്പോ നമ്മൾ പാർട്ടൊക്കെ പറയണത് അല്ലെങ്കിൽ ആരാണ് വെയിറ്റിൽ നിൽക്കുന്നത് പറയുന്നത് വളരെ ശ്രദ്ധിക്കാം. നമുക്ക് വർത്താനം പറയാനുള്ള നേരം ഇഷ്ടം പോലെ 5 മണി വരെ ഇരിക്കും. തങ്കച്ചിനെ ആരെങ്കിലും അവരുടെ ഒന്ന് ഫോണിൽ വിളിക്കണം. തങ്കച്ചി എവിടെ വ്യക്തിനെ അന്വേഷിക്കണം. അള്ളാഹു വിളിക്കില്ല എല്ലാവരും ഞാൻ കണ്ടിട്ട് അപ്പൊ പാർട്ടിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം.
എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും പഠിച്ചു വന്നിട്ടില്ല, ഇപ്പൊ ഓർമ്മയില്ല. എന്താ പറയണ്ടേ? സുകുമാരൻ നന്നായിട്ട് പറയും. എനിക്ക് അറിയില്ല. എനിക്ക് വേണ്ടി നിന്റെ കുഞ്ഞു ധരിച്ചില്ല. ഈ ഗ്രാമത്തിലായിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ വീരെടുത്തു. ഇത് സത്യസേവനം, സത്യം. എനിക്കറിയാം, അതിനു വേണ്ടി പഠിച്ചിട്ടില്ലൊന്നും ഞാൻ പറയുന്നില്ല. എനിക്കറിയില്ല, ഓരോന്നും പറയാൻ. ഇനി നിങ്ങളൊരു നീച്ചനാണ്. കന്യക ഹൃദയം കൊണ്ട് പണ്ടാറുന്ന സ്വാർത്ഥം ആ മുഴുവൻ നെഞ്ചിലാണെങ്കിലും എന്റെ അഭ്യവർക്ക് വ്രണപ്പെടുത്തുന്ന അത്രയുള്ള തൂക്കത്തിനും നിങ്ങളുടെ ലക്ഷ്യത്തെ തകർപ്പണമാക്കും. തടുക്കാൻ പുരാണവും ഇതിഹാസ നായകന്മാർ അരങ്ങത്തകർത്തിയ ബലിമൃഗങ്ങളുടെ ഊറ്റം ആയുധമില്ലാത്തവരും തല്ലും നെക്കവും ഉപയോഗിക്കുന്നു. അംഗഭംഗം ബലിക്ക് ഉചിതം നൽകുന്നു. ശത്രു നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു നീ എന്റെ ശിക്ഷനായിട്ട്. എന്നിട്ടും അവതാരപക്ഷ നിനക്ക് ഭൂഷണം. ആയുധമില്ലാത്തവരുടെ ഏറ്റുമുട്ടുന്ന നിന്റെ മാനസികവസ്ഥ ഒരു വഞ്ചകീയമാണ്. ത്രേതായുഗത്തിന്റെ വീരസന്താനമായ ശ്രീരാമചന്ദ്രന്റെ ശക്തി ഈ ആരാധനെന്ന് കാണട്ടെ. ഇടുക്കൂ കൊടുവാൾ, എന്നിട്ട് എന്നെ സമ്മതിക്കൂ. നിന്റെ അവതാര മഹാത്മ്യം ഞാൻ കൂടി കാണട്ടെ. ഓക്കെ, പാട്ടോ, ഡാൻസോ, മിമിക്രിയോ എല്ലാം ഉണ്ട്. ഉറപ്പായിക്കാണോ? അതെയോ? സർവകലാ വല്ലഭനെയാണ് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. സ്നേഹപൂർവ്വം സുമരണ്ട് സ്വാഗതം. ഹലോ, എല്ലാ പ്രിയപ്പെട്ട സഹപാഠികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. അപ്പോ പാർത്തൻ മിമിക്രി അവതരിച്ചു. അതിന്റെ തുടർച്ചയെന്നോ 1-2 ദിവസം ഉള്ളു മാത്രമല്ല. പാർത്തൻ പറഞ്ഞാൽ പോലെ ഞാനും പഠിച്ചിട്ടില്ല. ആദ്യമായി ജനാർദ്ദനൻ. അയ്യോ എന്റെ പൊന്നേ, ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു അടിച്ചൊടിക്കണ അവന്റെ കാല്. അയ്യോ എന്റെ കാലങ്ങളെ തെറ്റി അവന്റെ കാല്. കൊച്ചിൻ അരിഫ. പടക്കിലും ക്ഷീണക്കാരെ കുറച്ച് കുറച്ച് ഓരോ പാവം. എല്ലാവർക്കും മലയാള സിനിമയിലെ അഭിത്യവസന്തം ഒന്ന് ചിരിക്കൂ. അങ്ങനെയില്ല, നമ്മുടെ കലാപവും ചിരിക്കുന്നത് പോലെ ഞാഹ ഞാഹ ഞാഹ. അതായി നാമക്കോയ ശരിയാവുന്ന കഴിയില്ല. കൊച്ചുള്ള